1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി ഭഗവത്ഗീത ദിവസം വായിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഭഗവത്ഗീത കൂടെ കൊണ്ടുപോകാറുള്ള വ്യക്തിയാണ്. ഭഗവത്ഗീതയുടെ നിർദ്ദേശം പാലിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സ്വാതന്ത്ര്യം കിട്ടിയില്ലെങ്കിൽ ഈ ഭഗവത്ഗീതയെ ആസ്പദമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ നമ്മൾക്ക് സാധിക്കില്ല. അതിന് നമുക്ക് സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും വേണം. അതുകൊണ്ട് അദ്ദേഹം പോരാടി സ്വാതന്ത്ര്യം നേടിയെടുത്തതിന് ശേഷം ഇന്ത്യയുടെ ശരിയായിട്ടുള്ള ജീവിത രീതിയിലേക്ക് അല്ലെങ്കിൽ ഭഗവത്ഗീത പ്രകാരം ജീവിക്കാൻ പൊതുജനങ്ങളെ പഠിപ്പിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തെ കൊന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. മനസ്സിലാക്കൂ. അപ്പോൾ ശരിയായിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നാം ഭഗവത്ഗീത വായിച്ച് അതിൽ പറയുന്ന പോലെ നാം നടക്കാൻ ശ്രമിക്കണം, ജീവിക്കണം. അതാണ് സ്വാതന്ത്ര്യം കിട്ടിയ ജീവിതം. ഈ സ്വാതന്ത്ര്യം കിട്ടിയിട്ടും നാം അമ്പലത്തിൽ പോകുന്നില്ല, ഭഗവാന്റെ നാമം ജപിക്കുന്നില്ല, ഭഗവത്ഗീത വായിക്കുന്നില്ല, ഭാഗവതം വായിക്കുന്നില്ല എങ്കിൽ നമ്മൾക്ക് എപ്പോഴും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഇതിനാണ് മഹാത്മാഗാന്ധി നമ്മൾക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. കാരണം അന്ന് കാലത്ത് ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ഇത് അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾക്കെപ്പോഴും സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. നാം തീർച്ചയായും ഈ സ്വാതന്ത്ര്യത്തെ വേണ്ട പോലെ ഉപയോഗപ്പെടുത്തി നാം ഒരു ശരിയായിട്ടുള്ള ഇന്ത്യക്കാരനാവണം. ഇന്ത്യക്കാരൻ്റെ ശരിയായിട്ടുള്ള അറിവിൻ്റെ സോഴ്സാണ് ഭഗവത്ഗീത. നമ്മളുടെ മാനുവൽ ബുക്കാണ് ഭഗവത്ഗീത. ഹ്യൂമൻ ബോഡിയുടെ മാനുവൽ ബുക്കാണ് ഭഗവത്ഗീത. ഹ്യൂമൻ ലൈഫിൻ്റെ മാനുവൽ ബുക്കാണ് ഭഗവത്ഗീത. സോ അതുകൊണ്ട് നാം ഓരോരുത്തരും ഈ ഭഗവത്ഗീത വായിച്ച് അതിലുള്ള നിർദ്ദേശങ്ങൾ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കണം. അതിനെ ബേസ് ചെയ്തിട്ട് നാം ജീവിക്കാൻ പരിശീലിക്കണം, ജീവിക്കണം. അതാണ് ശരിയായിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടിയ ജീവിതം. നമ്മളത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ മറ്റ് പാർട്ടികൾക്ക് അടിമയായിട്ട് നാം അമ്പലത്തിൽ പോകുന്നില്ല, നാം ഗീത വായിക്കുന്നില്ല, നാം ഭഗവാന്റെ നാമം ജപിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോഴും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നാം അതിൽ നിന്ന് പുറത്തു വരൂ, ശരിയായിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടിയ സന്തോഷം അനുഭവിക്കൂ, ഈ കാര്യങ്ങൾ